ഡെസ്കിൽ രാത്രിയിൽ ഉടനീളം ആ വാർത്ത കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതെ 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 ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. 4:30 മുതൽ പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കിട്ടുന്നവരെയുള്ള സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമോഷണലാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയാതിരിക്കുന്നത്. ഞാൻ ഇവരെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് എന്നെ ആ സമയം വളരെ ക്രിട്ടിക്കലായിരുന്നല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അനുഭവിക്കുന്നൊരു സമയമായിരുന്നു. വളരെ റെയറായൊരു എക്സ്പീരിയൻസ് കൂടിയാണത്. പക്ഷേ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഈ നാട്ടിലെ ആളുകളോടൊക്കെ ഉള്ളൊരു ബഹുമാനം വർദ്ധിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് രാത്രിയിൽ ഓരോ വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി ടോർച്ചുമായിട്ട്, ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയല്ലേ. ടോർച്ചുമായിട്ട് ഇറങ്ങി കുറ്റിക്കാട്ടിൽ പോയി നോക്കുക, അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ പോയി നോക്കുക, മതിൽ ചാടിക്കടന്ന് നോക്കുക, വഴിയിൽ ചെക്കിങ് നടത്തുക, അങ്ങനെ മുഴുവൻ ആളുകളും ഇറങ്ങി നിന്ന് നടത്തിയ ഒരു ശ്രമം. എനിക്ക് തോന്നുന്നത് ഈ ചാനലുകൾ ആ വാർത്തയുടെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കി അപ്പോൾ ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് കേട്ടോ പോലീസ് അലേർട്ടായത്. അതർവൈസ് ഞാൻ വിചാരിക്കുന്നത് ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ്, അതിൻ്റെ ഒരു ആലസ്യം, അത് തന്നെ അന്വേഷിക്കാം എന്നൊക്കെയുള്ള മട്ടിൽ അതിങ്ങനെ എടുത്തു പോകുമായിരുന്നു ഒരു പക്ഷേ. അല്ലെങ്കിൽ ചിലപ്പോൾ അവരും പ്രവർത്തിക്കുമായിരുന്നിരിക്കാം. എന്നാലും ആ അലേർട്ട്നെസ് വന്നത് ഒരു നല്ല സൈനാണ്. നേരത്തെ റജി പറഞ്ഞ കണക്ക് ഈ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഈ കാലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിന് ഇടയിലുണ്ടായ ഏറ്റവും നല്ല നന്മ നിറഞ്ഞൊരു സംഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ആ സംഭവത്തെ നമ്മൾ നേരിട്ടത് നിശ്ചയമായിട്ടൊരു വലിയ കാര്യം. കൊണ്ടുപോയ വീടിൻ്റെ അടുത്തൂടെ പിന്നീട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ റജിയും സിജിയും? പത്മകുമാറിന്റെ വീടിന്റെ അടുത്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുവഴിയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കും, ജസ്റ്റ് ഒന്ന് നോക്കും. അവിടെ അവരെ കണ്ടോ? പിന്നീട് അവരെ കാണുകയോ? നമ്മൾ ഇപ്പം അവർ ജയിലിലാണ്. നമ്മൾ ലാസ്റ്റ് കൊട്ടാരക്കര വെച്ച് കണ്ടതേ ഉള്ളൂ. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. ട്രയൽ ഇപ്പോൾ ആരംഭിക്കും. അതിനുശേഷം വിധി. 140 മുകളിൽ സാക്ഷികളുണ്ട്. മോളിപ്പോൾ വളരെ കൂളായി അല്ലേ? മോള് കൂളാണ്, കുഴപ്പമൊന്നുമില്ല. മകന് ചെറിയ പേടിയുണ്ട്. രാത്രി പേടിയുണ്ട്? ഒറ്റയ്ക്ക് കിടക്കത്തില്ല? രാത്രി ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അവളെ ഒരു കെയറിങ് കൂടുതൽ, അവളെ കൂടുതൽ കെയറിങ് കൂടി രാത്രിയില് ആണല്ലേ? ഓക്കെ. ജോനാഥൻ, ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹം? ഫാദറോ? കുട്ടികളുടെ ഫാദറോ? അല്ലല്ല, പ്രീസ്റ്റ് ആവണമെന്ന്. റിജി, അങ്ങനെ തീരുമാനമുണ്ടോ? പ്രീസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹം? എന്താ പ്രീസ്റ്റ് ആവണമെന്ന് ഇത്ര ആഗ്രഹം? പള്ളിയിൽ വരുന്ന ശുശ്രൂഷ എല്ലാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പള്ളിയിലെ ഫാദറിന് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ? അപ്പൊ നാളെ ഇപ്പൊ ഞങ്ങളെയൊക്കെ ഇഷ്ടമല്ലേ? മീഡിയ ആയിക്കൂടെ? പക്ഷെ ആദ്യം പോലീസുകാരായിരുന്നു ഇഷ്ടം. ഇവര് പറഞ്ഞിട്ട് മാറ്റിയതാ. ആണോ? പിന്നെ മൂപ്പര് പോലീസുകാരൻ. ആദ്യം പോലീസുകാരനായിരുന്നല്ലേ ഇഷ്ടം? ട്രാഫിക് പോലീസുകാരനായിരുന്നില്ല ഇഷ്ടം? ബസ് ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ലേ? അതും ഇഷ്ടമല്ല? അല്ല, ഡോക്ടർ അരുൺ ഇതൊക്കെ ഒരു ദൈവവിളി എന്ന് പറയും. അതിനാണ് നമ്മുടെ ഭാഷയിൽ ദൈവവിളി എന്ന് പറയുന്നത്. നമ്മളെ ADGP നന്ദകുമാർ സാറും നിശാന്തിനെ IPS മേഡവും എല്ലാവരും കൂടെ കുഞ്ഞുങ്ങൾക്കൊരു ഹീറോയ്ക്കൊരു 2 അവാർഡ് കൊടുത്തിരുന്നു. അത് കൊടുത്തിട്ട് നന്ദകുമാർ സാർ ചോദിച്ചിട്ട് ആദ്യം ഇതെല്ലാം കൊടുത്തതിന് ശേഷം എല്ലാവരും നിൽക്കുക. അപ്പോൾ വലിയൊരു ഇതോടുകൂടിയാണ് സാറ് ചോദിക്കുന്നത്. ഈ മൊമെൻ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നല്ലതിരിക്കുക. ആരാകും നീ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ് ഞാൻ ഫാദർ. പെട്ടെന്ന് പുള്ളി അങ്ങ് ഇതായിപ്പോയി. കാര്യം പുള്ളി വിചാരിച്ച് എന്നെ പോലെ ഒരു ADGPയോ ഒരു IPS എന്നൊരു മെസ്സേജാ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടവകയിലെ ആ പള്ളിയിൽ വരുന്ന ആളുകൾക്കെല്ലാം ഒരു മാതൃകയാണ്. ഇപ്പോൾ മോനി ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു, കാരണം അനിയത്തിയെ കൊണ്ടുപോയതിൽ ഇത്രയും പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അന്വേഷിക്കാൻ പറ്റിയത്. ധീരന്മാരിൽ ദൈവം ഉണ്ടെന്നാ. പദത്തിലെ സംവിധാനത്തിനകത്ത് KB ഗണേഷ് കുമാറിന്റെ ഒരു പങ്ക് വലുതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. MLA എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ഒരു ദീർഘവീക്ഷണത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് പറയുന്നത് അത് നല്ലൊരു സപ്പോർട്ടാണ്. ഗണേഷ് കുമാർ സാറായാലും പ്രേമചന്ദ്രൻ സാറായാലും ഇവരൊക്കെ ഫുൾ ടൈം രാത്രി അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ജയലാൽ MLA. അപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു രാഷ്ട്രീയമല്ല, എല്ലാവരും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തു. റിപ്പോർട്ടറിൻ്റെ 14ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ ഒരു വർഷം സംഭവബഹുലമാക്കിയത് അബിഗൽ സാരജിയുടെ ആ എപ്പിസോഡാണ്. അതിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. 28 മണിക്കൂറിന് ശേഷവും 28 മണിക്കൂറാണ് റജി നമ്മളുടെ മുഴുവൻ വാർത്താസംഘവും നിങ്ങൾക്കൊപ്പം നിന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. കാര്യം ഞങ്ങളെ അത്രമാത്രം സപ്പോർട്ടും പിന്തുണയും ചെയ്ത് നിങ്ങൾ ഒരിടത്ത് പോലും ഒരു നെഗറ്റീവ് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി
നിങ്ങളുടെ ചാനൽ വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയാറ് തന്നെ അറിയാം, എങ്കിലും ജീവിതത്തിൽ ഇപ്പോഴും വിഷമമുണ്ട്. പല ചാനലുകളും ഉണ്ടാക്കിയ ഒരു നെഗറ്റീവ് അതെന്നെ ബാധിച്ചു, എങ്കിലും പിന്നീട് അത് മാറി. എന്നാലും നിങ്ങളെപ്പോലെ നല്ല ചാനൽ, നല്ല ആളുകൾ ഞങ്ങൾ സപ്പോർട്ടും പിന്തുണ. അബിഗേൽ സാറാറിജിയുടെ ഒരു ചിരിയിൽ മായാത്ത ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം പങ്കുവെച്ച് പിരിയാം അല്ലേ? അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കളിക്കുന്ന ആൾക്കാരാണോ? കളിക്കുന്നുണ്ടോ ഇവർ? കളിയൊക്കെ കളി എങ്ങനെയാ? കളിക്കും. എന്താ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി? മാഷാൻ്റെ പേരാണ് കാർട്ടൂൺ. സിനിമ കാണാറുണ്ടോ? സിനിമ കാണും. സിനിമ നടൻ ആരാ ഇഷ്ടം? വിജയ്. ഇന്ന് വിജയ് ഡേ ആണ് സ്മൃതി. ടുഡേ ഈസ് വിജയ് ഡേ. റൈറ്റ്. സൈക്കിളുണ്ടോ രണ്ടുപേർക്കും? സൈക്കിളുണ്ടോ? സൈക്കിൾ ചവിട്ടുവോ? സൈക്കിൾ ചവിട്ടുവോ? എനിക്കുണ്ട്. ഉണ്ട്. മോക്ക് സൈക്കിളില്ല? അപ്പോൾ അങ്കിൾ ഒരു സൈക്കിൾ വാങ്ങിത്തരാം. സൈക്കിളിൽ ഇനി ട്യൂഷൻ നോക്കോളൂ. ഇനി സൈക്കിളിൽ ട്യൂഷന് ട്യൂഷന് ഓക്കെ. അപ്പോ സാറാ അബിഗേലിന് സൈക്കിൾ കിട്ടിയോ? അബിഗേൽ സാറ് സൈക്കിൾ കിട്ടി. കിട്ടിയോ? സൈക്കിൾ ആൻഡ്രസ് കൊടുക്കും, ആണോ? വീട്ടിലെത്തിച്ചു കൊടുക്കും. ശരി, അപ്പോൾ ഒരു സൈക്കിൾ സൈക്കിൾ ദിലീപ് അങ്കിൾ വീട്ടിൽ കൊണ്ടുതരും. അവർ ദിലീപ് വീട്ടിൽ കൊണ്ടുതരും. അബിഗേൽ സാറാജിക്ക് ഒരു സൈക്കിൾ കേട്ടോ. താങ്ക് യു. സൈക്കിൾ മാത്രം പോരാ, വേറെ സമ്മാനമൊക്കെ വേണം. സമ്മാനങ്ങളൊക്കെ ഉണ്ട് വേറെ. അല്ലേ?